എത്ര വില കൂടുതലാണെന്ന് പറഞ്ഞാലും ഭാവിയിലേക്കൊരു സമ്പാദ്യം എന്ന നിലയിൽ നമ്മൾ വാങ്ങി സൂക്ഷിക്കാറുള്ളത് സ്വർണം തന്നെയായിരിക്കുമല്ലേ? എന്നാൽ ഇനി അത് സാധിക്കില്ല. ഒരാളുടെ കൈവശം സൂക്ഷിക്കാവുന്ന സ്വർണത്തിനുമുണ്ട് പരിധി. സ്ത്രീകൾക്ക് സ്വർണം സൂക്ഷിക്കുന്നതിന് 2 തരം പരിധികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പരിധിയിൽ അധികം സ്വർണം കൈവശമുണ്ടെങ്കിൽ അധിക ടാക്സ് അടയ്ക്കേണ്ടി വരും. സ്വർണം വാരിക്കൂട്ടുന്നതിന് മുൻപ് ഈ പരിധികളെ പറ്റി അറിഞ്ഞിരിക്കണം. വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം സ്വർണ്ണാഭരണം വരെ രേഖയില്ലാതെ സൂക്ഷിക്കാം. അവിവാഹിതരായ സ്ത്രീകൾക്കോ 250 ഗ്രാം ആഭരണം വരെ ആകാം. പുരുഷന്മാർക്കാകട്ടെ 100 ഗ്രാം സ്വർണമേ കൈവശം സൂക്ഷിക്കാൻ സാധിക്കൂ. വ്യക്തികളുടെ കയ്യിൽ ഈ അളവിലും കൂടുതൽ സ്വർണം കണ്ടെത്തിയാൽ അതിന് രേഖയുണ്ടായിരിക്കണം. പരിധിക്കപ്പുറം സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് നികുതി അടയ്ക്കേണ്ടതായി വരും. സ്വർണം ആഭരണമായി വാങ്ങുന്നവർ GST കുറിച്ച് അറിഞ്ഞിരിക്കണം. ആഭരണം വാങ്ങുന്ന വേളയിൽ സ്വർണത്തിന് മാത്രമല്ല, ആഭരണം നിർമ്മിച്ചതിനുള്ള പണിക്കൂലിയും GSTയും നൽകണം. സ്വർണത്തിന്റെ തൂക്കം, പണിക്കൂലി എന്നിവയ്ക്ക് വേണ്ടി വരുന്ന തുകയുടെ 3% നികുതിയായി അടയ്ക്കേണ്ടത്. കുറഞ്ഞ പണിക്കൂലിയിൽ വരുന്ന ആഭരണത്തിന്റെ നികുതിയിലും കുറവുണ്ടാവും. അതുമാത്രമല്ല, പരിധി വിട്ട് സ്വർണം കൈവശമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഏത് പണം ഉപയോഗിച്ചാണ് ഇവ വാങ്ങിയതെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരും. സർക്കാർ നിശ്ചയിച്ച പരിധിക്ക് താഴെയുള്ള സ്വർണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡിനിടെ കണ്ടെത്തുന്നതെങ്കിൽ അവ കണ്ടുകെട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നതിനു മുൻപ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്വർണ പരിധിയെപ്പറ്റി അറിഞ്ഞിരിക്കണം.